ഞാൻ ഇവിടെ ഒരു ഓല കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്തുവായി എന്ന് നോക്കേണ്ട രീതിയിൽ വന്നേ. കാരണം കൊടുത്തിട്ട് ഇപ്പോൾ 4 മാസത്തോളം ആയിട്ട് വണ്ടി കൊടുത്തു. അവിടെ ഇരിപ്പുണ്ട്, തൊട്ടിട്ട് പോലുമില്ല. അഴിച്ചു വെച്ച് അന്ന് അഴിച്ചു വെച്ചതാണ്. ഇപ്പം 3 മാസത്തിന് മുകളിലാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയടുത്ത് ചോദിക്കാം, വണ്ടി എന്നാ റെഡി ആക്കേണ്ട, റിട്ടേൺ തരാൻ പറഞ്ഞാൽ പോലും റിട്ടേൺ തരുന്നില്ല. കാര്യം ചോദിച്ചു നോക്കിയിട്ട് യാതൊരു റിപ്ലൈ ഇല്ല. ചേട്ടാ വണ്ടിയുടെ ചൊവ്വാഴ്ച തരാമെന്ന് പറഞ്ഞു. അത് നോക്കാതിപ്പോ ഞാൻ അതെങ്ങനെ ആവാനാ? പക്ഷെ ഞാനത് ഓഫാവുന്ന ടൈം വരെ 41-42% ചെക്ക് ചെയ്തപ്പോൾ ബാറ്ററിയിൽ ചാർജ് ഇല്ല. അപ്പോൾ എന്തെങ്കിലും ബാറ്ററി ഓൺ ആയി വരത്തില്ല. നമ്മൾ വയറിംഗ് മാറിയാൽ ബാറ്ററി ഓൺ ആയി വരില്ല, ചാർജ് കയറില്ല. ഡീപ് ഡിസ്ചാർജ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? അത് വയറിങ്ങിന്റെ ഇത് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞത്, ബാറ്ററിയുടെ അല്ല എന്നാ പറഞ്ഞു. ബാറ്ററിയുടെ അല്ല, ബാറ്ററി അതിന്റെ ചാർജ് ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴും ഞാൻ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞില്ല ബാറ്ററി ചാർജ് ഇല്ലെന്ന്. ആ ചാർജ് പോയി കുറഞ്ഞ 0 താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ ചാർജ് കയറില്ല. എന്ത് ചെയ്യും? ബാറ്ററി കമ്പനിയുടെ വാറന്റി കട്ടാവും. ബാറ്ററി ഡീപ് ഡിസ്ചാർജ് ആക്കാൻ പറ്റില്ല. നമ്മളതിലെ 20% താഴെ പോകുമെന്ന് പറഞ്ഞു. ഇവിടെ കൊണ്ടുവന്നപ്പോൾ ബാറ്ററിക്ക് ചാർജ് ഇല്ല, വണ്ടി ഓൺ ആവുന്നു. വണ്ടി ഓഫ് ആവുന്ന ടൈമിൽ 42%. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ചാർജ് ഇല്ല. വണ്ടി കൊണ്ടുവരുന്ന അന്ന് തന്നെ കൊണ്ടുവന്നു. വണ്ടിയിൽ നമ്മൾ അന്ന് ചെക്ക് ചെയ്തല്ലേ, വോൾട്ടേജ് ഇല്ല. ഞാൻ അതല്ലേ പറഞ്ഞത്, വണ്ടിയുടെ ചാർജിന്റെ കാര്യം. ഇപ്പൊ നമുക്ക് 1 ഇയർ വാറന്റി ഉള്ളതല്ലേ? ബാറ്ററി ഡീപ് ഡിസ്ചാർജ് ആയാൽ നമുക്ക് വാറന്റി ഇല്ല. ബാറ്ററിയുടെ ചാർജ് ഇറങ്ങിപ്പോയാൽ ഇപ്പൊ ആ വയറിങ് കട്ടായപ്പോഴാണ് ചാർജ് ഇറങ്ങിപ്പോയത്. ഞാൻ അല്ലാതെ ഇല്ലാത്ത സമയത്ത് തോട്ടിച്ചതല്ല. അല്ല, അത് കാര്യമില്ലല്ലോ. അത് കൊണ്ടുവരുമ്പോ ഇവിടെ ബാറ്ററിയിൽ ചാർജ് ഇല്ല. നമ്മൾ എന്ത് ചെയ്യുന്ന ചാർജ് കയറില്ല. ഇല്ല, എന്നാലും റെഡിയാക്കി താ, എന്നാലല്ലേ നോക്കിയാലേ അറിയാൻ പറ്റൂ. ബാറ്ററിയുടെ വോൾട്ടേജ് ഇല്ല അതിന്. അതാ ഞാൻ പറഞ്ഞത്. അത് നോക്കിയായിരുന്നു, വോൾട്ടേജ് നോക്കിയായിരുന്നു. വയറിങ് മാത്രം മാറി തന്നാൽ മതി, ബാറ്ററി മൊത്തം ശരിയായിരിക്കും. ബാറ്ററി പുറത്ത് റെഡിയാക്കുന്നത് അതിന് ഇപ്പൊ എത്ര രൂപയാവുമായിരിക്കും? ബാറ്ററി ഡീപ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ നമുക്ക് വാറന്റി കിട്ടും. K24 T9583. ആ T9583. K24 T9583. എനിക്ക് കംപ്ലൈന്റ് കൊടുത്താൽ പറ്റത്തില്ല കേട്ടാ. ഇത്രയും ദിവസമായില്ല, 4 മാസമായില്ല. കാരണം തിങ്കളാഴ്ച വന്ന പോലെ ശനിയാഴ്ച തരാം. തന്നുവിടാനാ പറഞ്ഞ, തന്നില്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞു, തന്നു. വണ്ടി കൊണ്ടുപോകുന്നതിന് എനിക്ക് ഇത് അതിന് മുമ്പ് ഇത് ചെയ്തിട്ടേ പറ്റത്തുള്ളൂ. കാരണം ഇതിനകത്ത് എന്തെങ്കിലും മാറിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ബാറ്ററിയുടെ കാര്യം പറഞ്ഞു, ഞാൻ കൊണ്ടുവന്ന ടൈമിൽ എന്തായാലും ഞാൻ ഓഫ് ആവുന്ന എനിക്ക് കുഴപ്പമില്ല. ഞാൻ അത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ട് എന്താണെന്ന് വെച്ച് ചെയ്യുന്നു. എന്റെ അറിവില് 40. നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറ്റാം, നിങ്ങൾക്ക് ഇത് സോഫ്റ്റ്വെയറിൽ നോക്കിയാൽ അറിയാം എത്ര ശതമാനം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് പറയാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടു. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അത് ബാറ്ററി പോയതാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഞാൻ കൊടുക്കുന്ന ടൈമിൽ ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിംഗ് കിറ്റിന് എന്തോ കംപ്ലൈൻറ്റ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ 27-ാം തീയതിയാണ് ഇത് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ജനുവരി 27-ാം തീയതി. അപ്പം അതിനു മുമ്പ് എൻ്റെ വണ്ടി ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ കൊണ്ടുവന്ന് തട്ടിയായിരുന്നു. വണ്ടി നിർത്തി വെച്ചിട്ട് പോയത്, പുള്ളി റിവേഴ്സ് നോക്കാതെ എടുത്ത് തട്ടിയതാണ്. അപ്പം നമുക്കതിനൊന്നും പറയാൻ പറ്റില്ല, കാരണം വണ്ടിയാകുമ്പോൾ തട്ടുമുട്ടും. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല. പുള്ളി ശ്രദ്ധിക്കാതെ ചെയ്ത കാര്യം. അന്ന് വണ്ടിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു, സ്റ്റാൻഡ് പോയിരുന്നു. അപ്പോൾ സ്റ്റാൻഡിൻ്റെ പൈസ മാത്രമേ ഞാൻ മേടിച്ചുള്ളൂ. കാരണം വണ്ടിക്ക് വേറെ എല്ലാ കുഴപ്പമില്ല. അതിൻ്റെ ബോഡി പാനൊന്നും ഇളകിയെങ്കിലും ഞാൻ പിന്നെ അതിനൊന്നും എമൗണ്ട് മേടിക്കാൻ നിന്നില്ല.
സ്റ്റാൻഡ് റെഡിയാക്കാനുള്ള പേയ്മെൻറ്റ് മാത്രം മേടിച്ചു വിട്ടു. അന്ന് തന്നെ അടൂർ കൊണ്ടുപോയി ഈ സ്റ്റാൻഡും റെഡിയാക്കി അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തന്നെ റെഡിയാക്കി അന്നേരം കൊണ്ടുപോയി വണ്ടി. അതിനുശേഷം ഞാൻ ഓടിക്കുന്ന ടൈമിലെല്ലാം വണ്ടി മിസ്സാവുന്നുണ്ടായിരുന്നു, ഓടുന്ന ടൈമിൽ തന്നെ മിസ്സാവുന്നുണ്ട്. അപ്പോൾ കട്ടറിലൊക്കെ വീണ് കഴിഞ്ഞാൽ വണ്ടി ഓഫാവുന്നുണ്ട്. അപ്പോഴേ മനസ്സിലായി എവിടെ വയറിങ്ങിൻ്റെ ലൂസ് കണക്ഷനാണ്. നമ്മൾ അത് വെച്ച് ഞാൻ പിന്നെ ഓടിച്ചു നോക്കി. ഇപ്പോൾ പറ്റാതായി ഒരു വട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഇത് ഓഫാകുന്ന ടൈമിൽ ഞാൻ അവിടുന്ന് കെട്ടി വലിച്ചുകൊണ്ട്, അതായത് 41-42% ചാർജ് ഉള്ളപ്പോഴാണ് ഓഫാവുന്നത്. ആ ടൈമിൽ ഞാൻ അവിടുന്ന് കെട്ടി വലിച്ചുകൊണ്ട് ഇവിടെ ഓലയിൽ സെൻറ്ററിൽ കൊണ്ടുവന്ന് കൊടുത്ത ടൈമിൽ അടുത്ത് ഉള്ളതെന്ന് വെച്ചാൽ അടൂരേ ഉള്ളായിരുന്നു ഓല, പിന്നെ അല്ലെങ്കിൽ കൊല്ലത്ത്. അവിടെ ഞാൻ നേരത്തെ കൊടുത്തിട്ടുള്ള എനിക്ക് വണ്ടി അതിനു മുമ്പ് എൻ്റെ കയ്യിൽ നിന്നും മിസ്റ്റേക്ക് പറ്റി വീണ് വണ്ടിയുടെ സെൻസറും കാര്യങ്ങളെല്ലാം പോയി അവിടെ കൊടുത്ത് 1 മാസത്തിനുള്ളിൽ എനിക്ക് ക്ലിയറായി കിട്ടി. അതായത് പാഴ്സ് വരാനുള്ള ഡിലേ ഉള്ളായിരുന്നു. പാഴ്സ് വന്ന് അടുത്ത ദിവസം ഞാൻ കൊണ്ടുപോയി കൊടുത്തു. അന്ന് വൈകുന്നേരം എനിക്ക് എടുക്കാൻ പോകാൻ പറ്റാത്ത മിസ്റ്റേക്ക് കാരണം അതിൻ്റെ തൊട്ടടുത്ത്, അതായത് 2ാമത്തെ ദിവസം എനിക്ക് വണ്ടി കിട്ടി. ഒരു പ്രശ്നമില്ലായിരുന്നു. കൊല്ലത്ത് അയത്തിൽ റെഡിയാകാൻ കൊടുത്തപ്പം എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് പറയുന്നത്. അവിടെ നിന്ന് എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല, ബാക്കിയുള്ളവർക്ക് പ്രശ്നം ഉണ്ടായി കാണാം, ഉണ്ടാവാതിരിക്കാം, അതെനിക്കറിയത്തില്ല. എനിക്ക് പ്രശ്നമില്ലെന്നുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. ഇവിടെ ഞാൻ ഇത് കൊണ്ടുപോയി കൊടുത്ത സമയത്ത് ഇവർ പറഞ്ഞു വയറിങ് പോയതായിരിക്കും. അന്ന് ഇവർ പറഞ്ഞു, പാനൽ ഇറങ്ങി ചെയ്തപ്പോഴേ പറഞ്ഞായിരുന്നു നോക്കി ഓടിക്കണം, വയറിങ് പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം. അന്നേരം ഓടിച്ച് നോക്കിയാൽ മിസ്സിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു കുഴപ്പമില്ല, ഓടിച്ച് നോക്ക്, കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. ഇതുപോലെ കംപ്ലൈൻറ്റ് ആയപ്പോൾ ഞാൻ കൊണ്ടുപോയി കൊടുത്തു. കുറേ കിടന്ന് വിളിച്ചു. അതിന് ശേഷമാണ് എസ്റ്റിമേറ്റ് ഇട്ട് വരുന്നത്. ഒരാഴ്ചയോളം എടുത്തെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതൊക്കെ ഇപ്പോൾ 3 മാസം 4 മാസത്തോളം ആവുന്നുണ്ട്, കറക്റ്റ് ഓർമ്മയില്ല. അത് ഒരാഴ്ചയോളം അടുപ്പിച്ചാവുന്നുണ്ട്. 3-4 ദിവസത്തിന് മുകളിൽ എന്തായാലും എടുത്ത് കാണും. എസ്റ്റിമേറ്റ് ഇട്ട് തന്നു. അത് ഞാൻ ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുത്തു. പിന്നെ അവർ കിടന്ന് എന്നെ വിളിക്കാൻ തുടങ്ങി. ഒന്നെങ്കിൽ നിങ്ങൾ വണ്ടി റെഡിയാക്കി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻഷുറൻസിൻ്റെ ക്ലെയിം റിജക്റ്റ് ആവുമെന്ന് പറഞ്ഞു. പുള്ളിക്ക് അങ്ങനെ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളി എന്നെ വിളിക്കാൻ തുടങ്ങി. അതിനനുസരിച്ച് ഞാൻ ഇവരെ വിളിച്ച് പറയുമ്പോൾ ഇവരെല്ലാം വെപ്പും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന വണ്ടി പിന്നെ ഇവിടെ വന്ന് ബഹളം വെക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവർ ഓർഡർ ഇടുന്നത് പാഴ്സിന് വേണ്ടി. ഈ വയറിങ്ങിനെല്ലാം പാഴ്സിന് വേണ്ടി ഓർഡർ ഇടുന്നത്. എന്നാൽ നമുക്കത് അറിയാൻ പറ്റും, ഓലയുടെ ആപ്ലിക്കേഷൻ ഇതെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ അത്രയും ദിവസം ഇവരിവിടെ വെറുതെ വണ്ടി വെച്ചിരുന്ന 1 മാസത്തോളം വെറുതെ വണ്ടി വെച്ചിരുന്നിട്ടാണ് ഇവർ പാഴ്സിന് ഉള്ളത് ഇടുന്നത്. ഫെബ്രുവരി ആയപ്പോഴാണ് ഇവരിടുന്നത്. ഫെബ്രുവരി കഴിഞ്ഞിട്ടാണ് ഇവരിടുന്നത്. ഫെബ്രുവരി 14-15 ആവാറായപ്പോഴാണ് ഇവരിടുന്നത് പാഴ്സിൻ്റെ ഇത്. മാർച്ച് 24 വരുന്നു. മാർച്ച് 24 സാധനം എത്തുമെന്നാണ് പറഞ്ഞത്. അപ്പം ആപ്ലിക്കേഷൻ അങ്ങനെ കാണിക്കുന്നത് എക്സ്പെക്റ്റഡ് ഡേറ്റ് അന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അതിന് 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ അടുത്ത ദിവസം വരണ്ടേ, 25-ാം തീയതിയോ വരണ്ടേ. എന്നിട്ടും 27-ാം തീയതി 26-ാം തീയതി വന്ന് തിരക്കിയ ടൈമിൽ ഇവർ പറഞ്ഞു പാഴ്സ് വന്നിട്ടില്ല. ഞാൻ ചോദിച്ചു എന്താ ഡിലേ ആയത്, എനിക്ക് ഇതിനകത്ത് ഇതിങ്ങനെ കാണിക്കുന്നത് പറഞ്ഞപ്പം ഇവരിടുന്ന ഡേറ്റാണ്, ഏകദേശം എക്സ്പയറി ഡേറ്റ് ഇവരിടുന്ന ഡേറ്റാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ മാർച്ച് 31 ടൈമൊക്കെ ആയപ്പോൾ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പാഴ്സ് എറണാകുളത്ത് വന്നിരിപ്പുണ്ടെന്ന്. ഞാൻ വണ്ടി റിട്ടേണാണ് ചെല്ലുന്നത്, കാരണം റെഡി ആക്കണം, ഞാൻ വെളിയിൽ എവിടെ കൂടെ കൊടുത്ത് റെഡി ആയിക്കോളാം, ക്ലെയിം വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം പറഞ്ഞു പാഴ്സ് എറണാകുളത്ത് വന്നിരിപ്പുണ്ടെന്ന്, ഇങ്ങോട്ട് വരാത്ത എന്തോ ഇഷ്യൂ ഉണ്ടെന്ന്, അവർക്ക് ഡെലിവറി പാർട്ണറുമായിട്ട് എന്തോ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടുത്തെ പേപ്പർ തന്നു കഴിഞ്ഞാൽ ഞാൻ എറണാകുളത്ത് പോയി ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ കാശിന് ചിലവാക്കി ഇവിടെ കൊണ്ടുവന്ന് തരാം, നിങ്ങൾക്ക് റെഡിയാക്കി തരാൻ പറ്റും. അത് പറ്റത്തില്ല എന്നിവർ പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ വിഷുവിന് 2 ദിവസം മുമ്പ് ഏപ്രിൽ 13 ഞാൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞു വണ്ടി റിട്ടേൺഡാണ്, എന്തായാലും പാഴ്സ് വരത്തില്ല എന്നുള്ള കാര്യം തീരുമാനം. കാരണം ഇത്രയും ദിവസം മാർച്ച് പറഞ്ഞിട്ട് പോലും വന്നില്ല, അത് ഏപ്രിൽ 13 ആയിട്ട് പോലും സാധനം എത്തിയിട്ടില്ല. വണ്ടി റിട്ടേൺഡാണ്. പുള്ളി പറഞ്ഞില്ല, ഒരാഴ്ച ഇവിടെ താന്ന് പറഞ്ഞു, അതിനുള്ളിൽ പാഴ്സ് വരും, റെഡിയാക്കി തരാം. ഞാൻ എന്നിട്ടും 20-ാം തീയതി അങ്ങോട്ട് ചെന്നു. അപ്പോൾ 20-ാം തീയതി ചെന്നപ്പം 20-ാം തീയതി ചെന്നപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു പാഴ്സ് വന്നിരിപ്പുണ്ട്, വണ്ടി റിട്ടേൺ എടുക്കണ്ട. ഞാൻ വണ്ടി റിട്ടേൺ എടുക്കാനായിട്ട് തന്നെയാണ് എല്ലാവട്ടും പിന്നെ അതിനുശേഷം പോയിട്ടുള്ളൂ. കാരണം ഇവർ റെഡിയാക്കി തരത്തില്ല, പാഴ്സ് വരത്തില്ല എന്ന് പറയുമ്പം നമുക്കൊന്നും ചെയ്യാനില്ല, വെളിയിൽ എവിടെയെങ്കിലും കൊടുത്ത് റെഡിയാക്കുക എന്നുള്ളതല്ലാതെ. ഞാൻ ചെന്നു 20-ാം തീയതി ചെന്നപ്പോൾ പറഞ്ഞ് പാഴ്സ് വന്നിരിപ്പുണ്ട്. കുറച്ച് പാഴ്സും കാണിച്ചു തന്നു. അവിടെ വേറെ കുറേ പാഴ്സ് ഇരിക്കും, അതിനകത്ത് ബ്രോയിഡേ ഉണ്ടെന്ന് പറഞ്ഞു. അതിന് മുമ്പ് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞ് എറണാകുളത്ത് വന്നിരിക്കുന്ന സാധനത്തിനകത്ത് നിങ്ങളുടെ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ഓക്കെ, അവർക്ക് അറിയാൻ പറ്റത്തില്ലായിരിക്കും ഏതൊക്കെയാണ് വന്നത്. ഞാൻ അതുകൊണ്ട് അതിനൊന്നും പറയാൻ പോയില്ല. അതുകൊണ്ടാണ് ഞാൻ റിട്ടേൺ എടുക്കാൻ പോയത്. കാരണം ഇവർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ നമ്മളവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമില്ല. എറണാകുളത്ത് ഉണ്ടോ എന്ന് അറിയാൻ വയ്യ, അവിടുന്ന് അയച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വയ്യ, ഒന്നും ഇവർക്ക് അറിയാൻ വയ്യെന്നാണ് പറയുന്നത്. ഇവിടെ വന്നാൽ മാത്രമേ അവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ വിചാരിച്ചു പിന്നെ എന്തിനാണ് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്, വിലയിൽ കൊടുത്ത് റെഡിയാക്കാം. അങ്ങനെ ചെന്ന സമയത്ത് കുറേ പാഴ്സ് കാണിച്ചിട്ട് പറഞ്ഞു ഓക്കെ
ബ്രോ സാധനം എല്ലാം വന്നിട്ടുണ്ട്, 2 ദിവസത്തിനുള്ളിൽ റെഡിയാക്കി തരാം. അതിന് മുമ്പ് എൻ്റെ അടുത്ത് തന്നെ പാഴ്സ് വന്നു കഴിഞ്ഞാൽ അന്ന് രാത്രി ചെയ്തു തരാം. ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ വന്നിട്ട് അടുത്ത ദിവസമോ 2 ദിവസത്തിനുള്ളിൽ ചെയ്ത് തന്നാൽ മതി. പാഴ്സ് വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് പോയി. ഇത്രയും ദിവസമായി ഇതുവരെയും ഒന്നും റെഡിയാക്കി തന്നിട്ടില്ല. ഓക്കെ, ഞാൻ റിട്ടേൺ വണ്ടി ചോദിക്കുന്നുണ്ട് ഇതുവരെയും. കാരണം എനിക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റുന്ന അവസ്ഥയിലല്ല വണ്ടി ഇരിക്കുന്നത്. ബോഡി, അതിൻ്റെ വണ്ടിയുടെ ബോഡി മൊത്തം ഇവർ ഇളക്കിയിട്ടേക്കും. ആ ടൈമിൽ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വരാൻ എനിക്ക് പറ്റത്തില്ല. കാരണം അതിൻ്റെ ബോഡി എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. ഇവർ ഫിറ്റ് ചെയ്ത് തന്നാൽ നമുക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റും. അത് ഫിറ്റ് ചെയ്താൽ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഇവർ തരുന്നില്ല. ഇപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ എൻ്റെ ബാറ്ററി ഇറങ്ങിപ്പോകുന്നു. കാരണം 3-4 മാസം വണ്ടി വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഇറങ്ങിപ്പോകുന്ന ആർക്കും ആയാലും അറിയാം. അതിപ്പോൾ നമ്മുടെ മിസ്റ്റേക്കാണ്. നമ്മൾ കൊണ്ടു കൊടുക്കുന്ന സമയത്തെ അങ്ങനെ ആയിരുന്നാണ് ഇവർ പറയുന്നത്. അവർ ഏറ്റെടുക്കത്തില്ല. അവർ പറയുന്നത് നമ്മുടെ മിസ്റ്റേക്കാണ്. നമുക്ക് ഉറപ്പുണ്ട് 42-40% ഉള്ള സമയത്താണ് വണ്ടി ഓഫ് ആവുന്നത്. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവർക്ക് അവരുടെ സോഫ്റ്റ്വെയറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് അറിയാൻ പറ്റും. വണ്ടി ഓഫ് ആവുന്ന ടൈമിൽ എത്ര ശതമാനം ഉണ്ടായിരുന്നു, എന്ന് മുതലാണ് ഓഫ് ആയെന്ന് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. എനിക്കിപ്പം 3 മാസം കൊണ്ട് ഇന്ന ആപ്ലിക്കേഷനകത്തു നിന്ന് എനിക്ക് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഇവർക്ക് അതെടുത്തിട്ട് നോക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്നിട്ട് ഇവർ പറയുന്നത് ഇല്ല, നമ്മൾ കൊണ്ടു കൊടുക്കുന്ന ടൈം ഇങ്ങനെ കംപ്ലൈൻറ്റ് ഓഫ് ആയിരിക്കുന്ന വണ്ടിക്കകത്ത് പിന്നെ എത്ര ശതമാനം ചാർജ് ഉണ്ടെന്ന് എങ്ങനെ ഇവർ കണ്ടുപിടിച്ചെന്ന് എനിക്കറിയാൻ വയ്യ. പുള്ളി പറയുന്നത് എൻ്റെ വോൾട്ടേജ് അങ്ങോട്ട് കണ്ടില്ലെന്നോ അറിയാൻ വയ്യെന്നോ. പുള്ളി നോക്കുന്ന 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി നോക്കിയിട്ട് വോൾട്ടേജിൻ്റെ കാര്യം ഇപ്പം പറയുന്നത്. പുള്ളി നോക്കിയെന്ന് പറയുകയാണെങ്കിൽ എന്തായാലും 1-2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം വണ്ടി നോക്കിയേക്കുന്നത്. ഓക്കെ, ഇപ്പം വാറണ്ടി ഉള്ള ടൈമിലാണ് ഞാൻ കൊണ്ടു കൊടുക്കുന്നത്. ഫെബ്രുവരി 13-നാണ് വണ്ടി രജിസ്റ്റർ ആയിരിക്കുന്നത്. അന്ന് മുതൽ 1 വർഷത്തെ വാറണ്ടിയാണുള്ളത്. അതിന് മുമ്പാണ് ഞാൻ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് കൊണ്ടു കൊടുക്കുന്നത്. ഇപ്പം വാറണ്ടിയും കിട്ടത്തില്ല. അവർ പറയുന്നത് അവർ വയറിങ് ചെയ്ത് തരാം, അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോകും. കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊടുത്ത് റെഡിയാക്കാൻ. വണ്ടി ഇലക്ട്രിക് വണ്ടിയുള്ള എല്ലാവർക്കും അറിയാം, വണ്ടിക്കല്ല റേറ്റ് ബാറ്ററിക്കാണ്. വണ്ടിക്ക് യാതൊരു റേറ്റും ഇല്ല. അതിനെക്കാട്ടും ഏറ്റവും കൂടുതൽ റേറ്റ് ആകാൻ പോകുന്നത് വണ്ടിയുടെ ബാറ്ററിക്കാണ്. ആ സാധനം ഞാൻ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പേടും, ഉറപ്പാണ്. കാരണം 19,000 രൂപ എങ്ങനെ ആയാലും എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടും പുതിയൊരു ബാറ്ററിക്കാണെങ്കിൽ. അത് മുകളിലായാലേ ഉള്ളൂ. ഇനി ഇവർ എൻ്റെ പാഴ്സ് എടുത്ത് വേറെ ആർക്കെങ്കിലും ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് പഴയതാണ് എടുത്ത് വെച്ചേക്കുന്നതെന്നൊന്നും എനിക്കറിയാൻ വയ്യ. അതോ ഇനി ഇവരുടെ ഈ ഒരു വെച്ചിരുന്ന് കംപ്ലൈൻറ്റ് ആയതാണെന്ന് നമുക്കറിയാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ മുഖം കാണിക്കാത്തത്. കാരണം നമ്മുടെ മിസ്റ്റേക്കാണോ പുള്ളിയുടെ മിസ്റ്റേക്കാണോ നമുക്കറിയാൻ പറ്റില്ല. അവർക്കത് ചെക്ക് ചെയ്തും കാര്യങ്ങളും നോക്കിയാലേ അറിയാൻ. എന്തായാലും 42% ഉള്ളപ്പോഴാണ് ഞാൻ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അതെനിക്ക് ഉറപ്പാണ്. കെട്ടി വലിച്ചുകൊണ്ടാണ് പോയ വണ്ടി. ആ വണ്ടിക്ക് എന്തായാലും ചാർജ് ഇറങ്ങിപ്പോകത്തില്ല. അവിടെ ഇരുന്ന് ഇറങ്ങിപ്പോയെങ്കിലേ ഉള്ളൂ. ഇപ്പം നമുക്ക് ആ കൺഫേം അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ മുഖം ഒന്ന് കാണിക്കുന്നത്. കാരണം നമ്മൾ അതിന് ശേഷം മാപ്പ് പറഞ്ഞതിനോ ഒന്നും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ മുഖം കാണിക്കാത്തതുകൊണ്ടാണ്. പിന്നെ ഓല അടൂരി കൊണ്ടു കൊടുക്കുന്നവർ സേഫ് ആയിരിക്കണം. അവരൊരിക്കലും അവിടെ കൊണ്ടുവന്ന് കൊടുക്കരുതെന്ന് ഞാൻ പറയാം. കാരണം കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ മിസ്റ്റേക്കാണ്, വണ്ടി ഇരുന്ന് പോകും. കൊല്ലം ആയതിൽ ഞാൻ കൊണ്ട് കൊടുത്ത സമയത്ത് ഞാൻ പറയാമല്ലോ, 1 മാസത്തോളം 4 ആഴ്ച പോലും എടുത്തിട്ട് തോന്നുന്നു. 4ാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്ക് എനിക്ക് വണ്ടി കിട്ടി. അവർ പറഞ്ഞു വണ്ടി കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞു. അടുത്ത ദിവസം അന്ന് വരാൻ പറഞ്ഞ് എനിക്ക് ചെല്ലാൻ പറ്റിയില്ല. അതിൻ്റെ അടുത്ത ദിവസം ഞാൻ ചെന്നു, വണ്ടി എനിക്ക് കിട്ടി. പാഴ്സ് വന്നെന്ന് പറഞ്ഞ് ചെന്ന് കൊണ്ടുവച്ച് ഉടനെ കിട്ടി. ഇവിടെ പാഴ്സ് വന്നിട്ട് റെഡിയാക്കി തരുന്നത്. എന്നാൽ വണ്ടി റിട്ടേൺ തരാൻ പറഞ്ഞാലും തരുന്നില്ല. ഇന്നിപ്പം ചെന്നപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് റിട്ടേൺ എടുത്തുകൊണ്ട് പോകാറുണ്ട്. ഞാൻ എന്ത് കാര്യത്തിൻ്റെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഇതിന് കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇതാണെങ്കിൽ ഇപ്പോൾ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ്, ഞാൻ അടുത്ത് പോയി ചോദിക്കും. ഇവർ പറയുക നിങ്ങൾ കൊണ്ടുപോയ സമയത്ത് കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിട്ടു. അതുകൊണ്ട് ഞാൻ വണ്ടി എടുക്കുന്നതെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഓല അടൂരി കൊണ്ടുവന്ന് കൊടുക്കുന്നവർ സൂക്ഷിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. സ്വന്തം റിസ്കിൽ കൊണ്ടുവന്ന് കൊടുക്കുക. ഇവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. ഇവരിത് സാധനം മറച്ചു വിറ്റാൽ പോലും നമ്മൾ അറിയത്തില്ല. അതുകൊണ്ട് അവരവരുടെ റിസ്കിൽ മാത്രമേ അവിടെ കൊണ്ടുവന്ന് കൊടുക്കാവൂ.